എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസിന് തയ്യാറെടുക്കുകയാണ് ലാലേട്ടന്റെ എമ്പുരാൻ. ഇന്ത്യയിൽ കേരളത്തിന് പുറമെ തെലങ്കാനയിലും നോർത്ത് ഇന്ത്യയിലും എമ്പുരാൻ കിടിലൻ റിലീസ് ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ എമ്പുരാന്റെ ഓവർസീസ് റൈറ്റ്സ് റെക്കോർഡ് തുകക്ക് വിറ്റുപോയപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻ സൈഡിലും ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് വൻപൻ ടീമാണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ എ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് വൻപൻ സിനിമകൾ റിലീസ് ചെയ്ത വിതരണ കമ്പനിയാണത്. അതുപോലെ തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും വൻപൻ വിതരണ കമ്പനി തന്നെയാണ് എമ്പുരാനെ റാഞ്ചെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം CBC റിലീസാണ് ചിത്രത്തിന്റെ വിതരണാവകാശം അവിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 27 തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നതോടുകൂടി തന്നെ സിനിമയുടെ ഹൈപ്പും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 10 ദിവസങ്ങൾ ചിത്രത്തിന്റെ റിലീസിന് ബാക്കിയുള്ളപ്പോൾ ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിന്റെ ഇൻട്രസ്റ്റ് ഓരോ മണിക്കൂറിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ 172K ആണ് ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ്. ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിൽ എമ്പുരാന്റെ ഇൻട്രസ്റ്റ് വൻ വർധനവയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മലയാള ചിത്രമായിട്ട് പോലും കാനഡയിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങി 20 ഷോകളുടെ അപ്ഡേറ്റ് വരുമ്പോൾ ഓഡിയൻസായി ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 3062 പേരാണ്. ഏകദേശം തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 66%. ഈ ഒരു പോക്ക് പോകുകയാണെങ്കിൽ ചിത്രം ആദ്യ ദിവസം തന്നെ വേറെ ലെവൽ കളക്ഷൻ തൂക്കുമെന്ന് ഇതോടെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും വരുന്ന മണിക്കൂറിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.